നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ അംഗദൻ രാവണന്റെ മുന്നിൽ വെച്ച് മണ്ഡോദരിയുടെ മുടി പിടിച്ച് വലിച്ചിട്ടുണ്ട്. രാമനും രാവണനും തമ്മിലുള്ള അന്തിമ യുദ്ധം ആസന്നമായപ്പോൾ വിജയം ഉറപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത രാവണൻ ശക്തമായൊരു യാഗം ആരംഭിച്ചു. യാഗത്തിന്റെ വ്യവസ്ഥ പ്രകാരം യാഗം തീരുന്നതുവരെ അവനത് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നതായിരുന്നു. ഇത് കേട്ട രാമൻ ബാലിയുടെ മകനായ അംഗദനെ ഒരു കൂട്ടം കുരങ്ങന്മാരെയും കൂട്ടി ആ പുണ്യകർമ്മം തടസ്സപ്പെടുത്താൻ അയച്ചു. രാവണന്റെ കൊട്ടാരത്തിലെത്തിയ അംഗദനും കൊരങ്ങന്മാരും രാവണന്റെ ശ്രദ്ധ തിരിക്കാൻ കുഴപ്പങ്ങൾ ചെയ്തു തുടങ്ങി. എന്നാൽ അവരുടെ ശ്രമങ്ങൾക്കിടയിലും രാവണൻ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ ദൃഢനിശ്ചയത്തോടെ തന്റെ യജ്ഞത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാവണന്റെ ശ്രദ്ധ തേടാൻ അംഗദൻ ധൈര്യത്തോടെ മണ്ഡോദരിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. പക്ഷേ രാവണൻ അനങ്ങാൻ വിസമ്മതിച്ചു. ദുഃഖിതയും അപമാനിതയുമായ മണ്ഡോദരി രാവണനോട് കീണപേക്ഷിച്ചു. പക്ഷേ രാവണൻ അനങ്ങിയില്ല. രാമൻ തന്റെ ഭാര്യയെ രക്ഷിക്കാൻ എങ്ങനെ പോരാടുന്നുവെന്ന് അവൾ പരിഹസിച്ചു. ഇത് കേട്ട് രാവണൻ യജ്ഞം നിർത്തി ചാടി എണീറ്റു. പക്ഷേ അപ്പോഴേക്കും അംഗദനും സൈന്യവും കൊട്ടാരം വിട്ടിരുന്നു.